കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ടേസ്റ്റുള്ള പലഹാരമാണ് ഇന്നത്തെ റെസിപ്പി. പിന്നെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു ഇൻസ്റ്റൻറ്റ് നെയ്യപ്പം എന്നൊക്കെ പറയാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 4 അച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്ക് ഇനി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന സാധാരണ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് മൈദയാണ്. കൂടെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. ഇനി ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നാൽ ആ ഒരു ബാറ്റർ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സാക്കിയിട്ട് ഒരു ബാറ്ററാക്കി എടുക്കാം. പിന്നെ ശർക്കരപ്പാനിയിൽ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ചെറിയൊരു കട്ടിയായിട്ടുള്ള ബാറ്ററാക്കി എടുക്കാം. ഇനി ശർക്കരപ്പാനി അഥവാ കുറവാണെന്നുണ്ടെങ്കിൽ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്താലും മതിയാവും. ഇനി ഒരു പലഹാരം നന്നായിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുക്കാത്ത റവയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റവ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. പിന്നെ ഉൾഭാഗം കുറച്ചൊരു തരിതരിയായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ നമ്മൾ ചുട്ടെടുക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുത്താലും മതിയാവും. അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. തേങ്ങ ചിരകിയതിന് പകരമായിട്ട് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കരിഞ്ജീരകം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിയാണ്, ഇടയ്ക്ക് കടിക്കുന്ന സമയത്ത് ഒന്നും കൂടി ടേസ്റ്റുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് മാത്രം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി മാവ് ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ട് പൊങ്ങി വരും. ആ ഒരു സമയത്ത് ചട്ടുകം വെച്ചിട്ട് ഇതുപോലെ മുകൾ ഭാഗത്തേക്ക് എണ്ണ തൂവി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ല ഷേപ്പായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു ഭാഗം ആയി കഴിഞ്ഞാലും മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. എന്നാൽ തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടുകയും ചെയ്യും. ഉൾഭാഗമൊക്കെ നല്ല ആരെടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം മാവ് ഒരുപാട് ലൂസായിട്ട് പോകരുത്. ചെറിയൊരു കട്ടിയായിട്ടാണ് ബാറ്റർ വേണ്ടത്. ഒരുപാട് കട്ടി കൂടി പോവുകയും ചെയ്യരുത്. അപ്പോൾ നല്ല ആരെടുത്തിട്ടുള്ള ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് കൽത്തപ്പാണ് അരിപ്പൊടി വെച്ചിട്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.